ആരാധകരുടെ ആക്ഷൻ ഹീറോ, തമിഴ്നാടിന്റെ പുരട്ചി കലൈഞ്ചർ ക്യാപ്റ്റൻ വിജയകാന്ത് ഇനിയില്ല. സിനിമയിലും രാഷ്ട്രീയത്തിലും എന്തുകൊണ്ടും MGRന്റെ പിൻഗാമിയായിരുന്നു ഒരു കാലത്ത് വിജയകാന്ത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകത്തിന്റെ നായകൻ, അതിനുമപ്പുറം കോടികളുടെ മൂല്യമുള്ള തമിഴ് സൂപ്പർ താരവും. രജനീകാന്ത് തമിഴ് സിനിമയിൽ കത്തി നിൽക്കുന്ന കാലത്താണ് വിജയരാജ് അളകർ സ്വാമി മധുരയിൽ നിന്നും ചെന്നൈക്ക് വണ്ടി കയറുന്നത്. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള അരിമിൽ നോക്കി നടത്തിയിരുന്ന യുവാവിനെ സിനിമാ മോഹിയാക്കിയത് സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ തമിഴ് ഉച്ചാരണത്തിലെ പോരായ്മ മൂലം അവസരം ലഭിച്ചില്ല. പക്ഷേ അടങ്ങാത്ത ആഗ്രഹം അയാളെ നടനാക്കി. പിന്നീട് കോടികളുടെ മൂല്യമുള്ള സൂപ്പർ താരം വിജയകാന്താക്കി. ആയിരത്തി 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം. 1981 റിലീസ് ചെയ്ത സട്ടം ഒരു ഇരുട്ടറൈ സിനിമ ജീവിതത്തിലെ വഴിത്തിരിവ്. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഭക്ഷണത്തിലെ തരംതിരിവുകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇത് മാറ്റിയെടുക്കുമെന്ന് വിജയകാന്ത് പ്രതിജ്ഞ ചെയ്തു. പിൽക്കാലത്ത് തന്റെ സുഹൃത്തുക്കൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളിലും സ്വയം നിർമ്മിക്കുന്ന ചിത്രങ്ങളിലും ഈ ഭക്ഷണ ഉച്ചനീതിത്വം വിജയകാന്ത് ഇല്ലാതാക്കി. പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ആ നടന്റേത് കൂടിയായിരുന്നു. മലയാളത്തിന്റെ ജയനെ പോലെ ഏത് സാഹസികതയ്ക്കും തയ്യാറാകുന്ന നടൻ. വിജയകാന്ത് തന്റെ 100ാം ചിത്രത്തിന് ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പേര് നൽകിയത് LTTE നേതാവ് വേലിപ്പിള്ള പ്രഭാകരനോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു. അന്നു മുതൽ ആരാധകർക്ക് അയാൾ ക്യാപ്റ്റനായി. തമിഴ് സിനിമകളിൽ തനി തമിഴനായി അദ്ദേഹം നിറഞ്ഞു. കേരളത്തിൽ പ്രളയം ദുരിതം വിതച്ചപ്പോൾ അസുഖക്കിടക്കയിൽ പോലും 1 കോടി രൂപയാണ് അദ്ദേഹം മലയാളികൾക്കായി മാറ്റിവെച്ചത്. നടൻ, രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചുറ്റും ഒരു വലിയ ആരാധക വൃന്ദം എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിന്ന മനുഷ്യൻ. തിരിച്ചടികൾക്കും വൻ വീഴ്ചകൾക്കുമിടയിൽ മനോഹരമായൊരു പുഞ്ചിരി ഒളിപ്പിച്ചിരുന്നു വിജയകാന്ത്. തമിഴരുടെ ഒരേയൊരു ക്യാപ്റ്റന് വിട.